പ്രണയജീവിയായിരുന്നോ? പ്രണയജീവിയല്ല, ഭയങ്കര സ്നേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്നേഹത്തിന് ഭയങ്കര അഡിക്റ്റഡ് ആയി പോകുന്ന ഒരാളാണ് ഞാൻ. അത് എന്റെ ശ്വാസം പോലെയാണ്. മരിച്ചു നിൽക്കും ഞാൻ, ചത്തു പോകും ഞാൻ, ചത്ത്. ആ സ്നേഹം കണ്ട ലൈഫില് സ്നേഹം കൊടുത്ത് നഷ്ടങ്ങൾ വാങ്ങിച്ച ഒരാളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ, കണ്ടറിഞ്ഞ് തരുമ്പോഴാണ് അതിനൊക്കെ അർത്ഥമുള്ളത്. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ദിവസം അപ്സരയും ജിൻഡോയും കല്യാണം കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പറഞ്ഞു, എനിക്ക് വായ തോന്നിയതൊക്കെ പറഞ്ഞു, ആശ്വാസമുണ്ട്. ഈ ജിൻഡോ എന്ന് പറഞ്ഞ ചേട്ടനുമായിട്ട് ഞാനൊരു കോണ്ടാക്ട് പോലും ഇല്ല. എന്റെ അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. ഫോൺ ഞാൻ ഇപ്പൊ തരാം, കോണ്ടാക്ട് പോലും ഇല്ല ഞങ്ങൾ. ഈ നാട്ടിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിൽ നിന്നും ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന് എന്നോട് ഒരു വൈരാഗ്യമോ ഒരു ദേഷ്യവും പിണക്കോ ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിനോടുമില്ല. ഈ ഊരാ കൊടുക്ക് അവന്റെ കഴുത്തിൽ നമുക്ക് ശരിക്കും ഓർക്കണം. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാള് ഒരു ഷോയിൽ ഉണ്ടായിരുന്ന രണ്ടാൾക്കാരാണ്. ഞാൻ കണ്ടതല്ലേ. അപ്പൊ എനിക്ക് പക്ഷെ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട്സ് ഇല്ല. എന്താണ് അവളുടെ ഉദ്ദേശം ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹത്തിനെ വെച്ചിട്ട് വരെ പറയാന്ന് വെച്ചാൽ അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. എനിക്കറിയില്ല എന്തിനാണ് മീഡിയസിൽ അങ്ങനെ ഒരു ന്യൂസ് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നും കാണാതെ പട്ടിണി കുളത്തിൽ ചാടില്ല ഭാഗി. പക്ഷെ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ. പതുക്കെ പറ. എന്തിനു പതുക്കെ കേൾക്കണം? ഓരോ നിമിഷവും ഞാനിവിടെ ശ്വാസം മുട്ടിയ കഴിയണേ. ആ കാര്യത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞു. സംസ്കാരമില്ലാത്തവന്മാർ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു വിചാരിച്ചാൽ മതി. എന്തായാലും ആരുടെയും വായൊന്നും മൂടി കെട്ടാൻ പറ്റില്ലല്ലോ. കാരണം എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മാത്രല്ല, എന്റെ അമ്മയുണ്ട്. അമ്മ വേറെ എത്ര അമ്മയ്ക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ ചെറ്റകളെ ഒതുക്കി നിർത്തണം. എന്റെ ചേച്ചിയുടെ മോനുണ്ട്, അവനിപ്പോ 9 വയസ്സാണ്. അവൻ സ്കൂളിൽ പോകുമ്പോ ഈ ന്യൂസ് കാണുമ്പോൾ അവൻ വന്നിട്ട് ചോദിക്കാം, ഇളയമ്മ ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുക ഇളയമ്മയുടെ കല്യാണം ആയോ എന്ന്, മറ്റേ ബിഗ് ബോസിലെ ജിൻഡോ ചേട്ടനായിട്ട് പറയും. അതാ ശീലം, താനായിട്ട് വിചാരിച്ചാൽ മാറ്റാനാവില്ല. ഞാൻ അവനടുത്ത് എന്താ പറയാ? അവനെ കൊച്ചിനോട് എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കാം? ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലിയ. അവൻ എന്നോട് വന്ന് ചോദിക്കണമെങ്കിൽ അവന്റെ സ്കൂളിൽ അത് ഡിസ്കഷൻ ആയിട്ടല്ലേ. അത് മാത്രമല്ല, ഇവിടുത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്കപ്പം ഭയങ്കര നിസ്സഹായ അവസ്ഥയായിട്ട് എനിക്ക് എന്താ ചെയ്യാന്നറിയില്ല. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ മീഡിയയിൽ തന്നെ ഞാൻ പോലും മനസ്സിൽ ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ന്യൂസ് ആയിട്ട് വരുമ്പോ വിഷമം തോന്നും. കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടപ്പെടാതിരിക്കും. ഈ പറഞ്ഞ പോലെ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, മേ ബി ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇടപെടാൻ ഒരാളുണ്ട്. ഈ പറഞ്ഞത് പറഞ്ഞു, ഇനിയും നീ ഇത് എവിടെങ്കിലും പറഞ്ഞു അറിഞ്ഞാ എന്താ ഇറക്കും.